So hello guys, welcome back to the channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേസ്റ്റിനെ വൃത്തിയാക്കാൻ പഠിപ്പിക്കുന്ന ഒരു തരം വേസ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പച്ച വീട്ടിൽ പ്രശ്നേഷ്. അപ്പം അവരെ അങ്ങനല്ല ശരിക്കും പറഞ്ഞാൽ വിളിക്കേണ്ടത്, വേറെ എന്തെങ്കിലും കൂടെ ചേർത്ത് വിളിക്കണം. അപ്പം ഞാൻ പറയാനും നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. 7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന മെയിൻ പ്രശ്നങ്ങൾ. പച്ച വീട്ടിൽ പ്രശ്നേഷ് കുറച്ചാൾ മുമ്പ് അവന്റെ അച്ഛനെ കുറിച്ച് വീഡിയോ ഇട്ടായിരുന്നു, പൈസ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പൊ തന്നെ അമ്മയെ കുറിച്ച് പറഞ്ഞുണ്ടാക്കി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാണിച്ചത് അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു. ഇവനാണ് ആ കൊച്ചിനെ പഠിപ്പിക്കാൻ പോകുന്നത്, എന്നാൽ തീർന്നത് തന്നെ. അനിയത്തി വേറെ എന്ത് കോഴ്സ് എടുത്ത് പഠിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവന്റെ കൂടെ ഗ്രീൻ ഹൗസിലോട്ട് വരാതിരിക്കും ഇച്ചിരി നല്ലത്. എന്ത് വരാത്തി നടക്കുന്നത്? കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മോട്ടിവേഷൻ തരാനായിട്ട് പച്ച വീട്ടിൽ പ്രശ്നേഷ് കഴിഞ്ഞുള്ളൂ, വേറെ ആരും തെറ്റിപ്പോയി. പച്ച വീട്ടിൽ കാര്യങ്ങൾ ചെയ്യാൻ, അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി. സ്വന്തം അമ്മയ്ക്ക് വരെ ഇവൻ പ്രശ്നേഷ്. അപ്പൊ ഇവന്റെ നിലവാരം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ പുറത്തിറങ്ങി കഴിഞ്ഞ് പബ്ലിക്കിന് മുമ്പ് വെച്ച് പറയുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. പണ്ട് എന്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ കാര്യത്തിൽ അച്ഛനെ കുറിച്ച് പറയുന്നത് ഇതുപോലെ സാഡ് ബീജം പിടിച്ചങ്ങ് സെഡാക്കും അളിയനങ്ങ്. ഓ എങ്ങനെ പറ്റുന്നടാ ഇതൊക്കെ. കുറച്ചാളും അച്ഛനെ കുറിച്ച് പറഞ്ഞ വീഡിയോ ഇട്ട് കാശ് ഉണ്ടാക്കുവാന്ന്. ഇപ്പം അമ്മ അനിയത്തി വിറ്റ് കാശുണ്ടാക്കുക. അതുകൊണ്ടായിരിക്കും അച്ഛനെ കുറിച്ച് ഇപ്പൊ സാടി ബീജം വിട്ട് വീഡിയോ ഒക്കെ ചെയ്തത്. അങ്ങനെയാണ് അച്ഛൻ കാളാത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ. ഗുണ്ടികളോ? പുതിയ ഇറക്കുമതി വല്ലതും ആണോ നമ്മുടെ നാട്ടിൽ? അപ്പൊ ഈ പറഞ്ഞ പോലെ ഗുണ്ടികളും ഉണ്ടോ? ഉള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോൾ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. ഒരു സാനിറ്റൈസർ ഇവന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ നിക്കറിനകത്ത് വരെ കയറ്റിയിട്ട് അടിക്കും. അങ്ങനെ എല്ലായിടത്തുനിന്ന് വേസ്റ്റുകളെല്ലാം എടുത്ത് കളയാൻ നോക്കി ഇവനെ എന്തായാലും വീട്ടിൽ നിന്ന് പുറത്താക്കി. വീട്ടിനകത്തുനിന്ന് ഒരു വേസ്റ്റ് ഇറങ്ങി കിട്ടിയല്ലോ. ഇപ്പം പൈസ കൊടുത്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. എന്റെ കയ്യിൽ ഞാൻ സ്ക്രീൻഷോട്ട്സ് വേണേ കാണിക്കാം. ഇവിടെ വല്ലതും 3000 രൂപ അവള് ഗ്രീൻ ഹൗസിന്റെ കമ്പനിയിൽ ഇട്ടത് തിരിച്ചു കൊടുത്തു. അല്ലാണ്ട് ലാഭവിഹിതമൊക്കെ ആയിട്ട് കൊടുത്തതും പണിക്കാശായിട്ടൊക്കെ കൊടുത്തതും ഒക്കെ കുറെ ഉണ്ട്. ഈ 3000 കൊടുത്തതിന് തൊട്ട് മുമ്പ് 26,500 കൊടുത്തത്. ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മച്ചി കംപ്ലൈന്റ് കൊടുത്തോളാം. പറഞ്ഞപ്പോൾ നിന്നെ പോലെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് കൊടുത്ത് നടക്കുന്ന അല്ല എന്റെ പണി. ഞാനേ പ്രശ്നേഷ് അല്ല. പ്രശ്നേഷായിട്ട് ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളടാ. നീ വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, നൈസായിട്ട് എസ്കേപ്പ് അടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. എനിക്കിപ്പോ ഒരു നേരെയുള്ള വാരത്തരികയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമ്മച്ചി പറയുന്നത്. ഈ കാണിച്ചോണ്ടിരിക്കുക തന്നെ ഏറ്റവും വലിയ അപരാധം അല്ലയോ? ഈ പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല, അവള് പഠിക്കാൻ നോക്കണില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല. അയ്യോ ഇവൻ പിന്നെ ഇവിടെ ഭയങ്കര സ്കില്ല് ഡെവലപ്മെന്റ്. ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. ഇവൻ ഈ അഫയർ കണക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും ഉദ്ദേശിക്കുന്നത്? കുറച്ചേരം മുമ്പ് ഇവൻ അച്ഛന്റെ അവിഹിതം സെഡ് ബീജം ഒക്കെ ഇട്ട് നാട്ടുകാരെ മൊത്തത്തിൽ കാണിച്ച് എന്നാണ് അനിയത്തിന്റെ കാര്യം വരെ പറയാൻ തുടങ്ങി. ജാതി വേണം വലിയ ഇവൻ. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, എന്താന്ന് വെച്ചാൽ നിന്റെ അനിയത്തെ കുറിച്ച് നീ ജസ്റ്റ് ഒന്ന് ആലോചിക്കണം, അവളുടെ ഭാവിയെ കുറിച്ച് ഒന്ന് ആലോചിക്കണം. നീ ഇങ്ങനെ വന്ന് പബ്ലിക് ഇരുന്ന് ഇതുപോലെ ഇരുന്ന് പറയുമ്പോൾ ആ കൊച്ചിന് എന്തുമാത്രം അഫക്ട് ചെയ്യുന്നൊന്നും ഇവൻ ആലോചിക്കുന്ന പോലും ഇല്ല. ഇവൻ കിടന്നൊക്കെ താളം അടിച്ചുകൊണ്ടിരിക്കുക. ഈ 3000 കൊടുത്തതിന് തൊട്ട് മുമ്പ് 26,500 കൊടുത്തത്. എച്ചി കണക്ക് പറയലടാ, തിന്നുന്നതിന് കണക്ക് പറയലടാ, എച്ചി കണക്ക് പറയലടാ. ഞാൻ പറഞ്ഞ തിന്നുന്നതിന് എന്നെ കണക്കാവുന്ന ഞാൻ പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് മൊത്തം ഞാനാണ് എല്ലാത്തിനും കാരണം. അതല്ലെങ്കിലും കെട്ടി വന്ന പെണ്ണിനായിരിക്കും പ്രശ്നമെന്ന് എനിക്ക് അറിയാം. കെട്ടിക്കൊണ്ട് വന്ന പെണ്ണ് തന്നെ പറഞ്ഞു ഞാൻ എല്ലാത്തിനും കാരണം. ഒരാളൊരു വിവരക്കേട് ഇരുന്ന് പറയും, അടുത്തിരിക്കുന്ന ആൾ എന്തായാലും പറഞ്ഞു കൊടുക്കണം ഈ പറയുന്നതൊന്നും ശരിയല്ലെന്ന്. പക്ഷെ അടുത്തിരിക്കുന്ന ആൾ അതിനെക്കാട്ടി വിവരം കേട്ടതാണ്. എനിക്ക് ഇവരെ കാണുമ്പോൾ എനിക്ക് മറ്റേ ഹാർപ്പിക്കിന്റെ പരസ്യം ഓർമ്മ വരുന്നത്. 98% കീടാണുക്കളൊക്കെ പോയാൽ 2% ബാക്കിയിരിക്കും. ആ 2 അതേണ്ടി ഈ ഇരിക്കുന്നത്. എനിക്ക് സഹി കെട്ടിട്ടാണ് ഞാൻ അമ്മച്ചിട്ടൊക്കെ ചോദിച്ചത്, അമ്മ ഞങ്ങളിപ്പം വഴക്കിടാത്താണോ പ്രശ്നം, ഞങ്ങളിപ്പോൾ സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ച് തുടങ്ങിയതാണോ പ്രശ്നം, അമ്മച്ചിക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുമ്പാണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച്.
അത് ചോദിക്കേണ്ടി വന്നതാണ്, ചോദിപ്പിച്ചതാണ്. സ്വന്തം അമ്മ വരെ ഇവൻ പബ്ലിക്കിന് മുമ്പിൽ തെള്ളി പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ ഗുണ്ട വിട്ട് അടിച്ചില്ലല്ലോ കുഴപ്പം. വീട്ടിലെ പ്രശ്നങ്ങളുടെ തുടക്കം പാർട്ട് 1. അപ്പൊ ഇവൻ ഇതെല്ലാം കൂടി ഇനി പാർട്ടായിട്ട് ഇനി ഇറക്കാൻ പോകുന്നേ ഉള്ളൂ. കേസെടുത്ത് അറസ്റ്റ് എപ്പോൾ, ഇതൊക്കെ എപ്പോ നടന്നു? ഇവനെ അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാരന്റെ അവസ്ഥ നാലിച്ച് കയ്യിലോട്ട് വിലങ്ങിടാൻ കൊണ്ടുവരുമ്പോ ഇവൻ പറയും സാനിറ്റൈസർ ഇട്ട് അടിച്ചിട്ടേ വിലങ്ങിടാവുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ കൊണ്ടുവരാൻ നിർത്തും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇൻസ്റ്റയിലും കൂടെ ഫോളോ ചെയ്ത് ലിങ്ക് കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ പച്ച വീട്ടിൽ പ്രശ്നേഷന്റെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ തീരട്ടെ എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം.